ഹലോ എവ്രി വൺ. നമുക്ക് ഡെത്ത് ലെവലർ എന്ന് പറയുന്ന പോയട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? എക്സാമിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് സ്റ്റാൻസ വായിച്ചിട്ട് എഴുതാനോ അല്ലെങ്കിൽ പാസേജ് വായിച്ചിട്ട് എഴുതാനൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഡെത്ത് ലെവലറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാസേജ് നോക്കാം. The garlands wither on your brow, then boast no more your mighty deeds. Upon death's purple altar, now see how the victim bleeds. Very important passage ആണ് കേട്ടോ, ഇത് സ്റ്റാൻസയാണിത്. Write the name of the poem from which these lines are taken. ഡെത്ത് എന്നൊക്കെ കാണുമ്പോൾ അറിയാം, poem is Death the Leveler. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പോയിറ്റ്. പോയിറ്റ് ആരാണ്? ജെയിംസ് ഷേർലി. സോ ഡെത്ത് ദ ലെവലർ എഴുതിയത് ജെയിംസ് ഷേർലി, പഠിക്കണം. വാട്ട് ഡസ് ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടാർ റെഫർ ടു? ഇതിലൊരു വരിയാണ് ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടാർ. അപ്പോൺ ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടാർ നൗ സീ ഹൗ ദ വിക്ടിം ബ്ലീഡ്സ് എന്നുള്ളത്. ഇതിൽ ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടാർ എന്താ ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചേനെ. അത് ഉദ്ദേശിക്കുന്നത് ഡെത്തിനെ തന്നെയാണ്, ഡെത്ത് ഇറ്റ് സെൽഫ്. ഓക്കെ, അല്ലെങ്കിൽ അബൌട്ട് ഓഫ് ഡെത്ത്, എൻഡ് ഓഫ് ലൈഫ്, അവർ ലൈഫിൻ്റെ അവസാനം ഡെത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു വേറൊരു മീനിങ് കൂടിയുണ്ട്, ബാറ്റിൽ ഗ്രൗണ്ട്സ് വിത്ത് ഇറ്റ്സ് ബ്ലഡ് ഷെഡ്. ചോര വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ബാറ്റിൽ ഗ്രൗണ്ട്. ആസ് എ റിസൾട്ട് ഇറ്റ് ടേൺഡ് ഇൻ ടു പേർപ്പിൾ കളർ. അല്ലേ, മണ്ണിൽ ചോര വീണ് കഴിഞ്ഞാൽ അതെന്ത് കളർ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക? പേർപ്പിളിലേക്ക് മാറും. അതാണ് പേർപ്പിൾ അൾട്ടാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഐഡൻറ്റിഫൈ വൺ ഓഫ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിമോറോൺ ആണ്. കാരണം ഇവിടെ എന്താണ്? വിക്ടർ നെവർ ബ്ലീഡ്സ്, ഓൺലി വിക്ടിം ബ്ലീഡ്സ്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. വിക്ടർ ജയിച്ച ആൾക്ക് ഒരിക്കലും ചോര ഒഴുകില്ല, പക്ഷേ പ്രതിയായ അല്ലെങ്കിൽ ഇരയായ വിക്ടിമായ ആളാണ് എന്ത് ബ്ലീഡിങ് ചെയ്യുള്ളൂ. സോ അവിടെ വിക്ടർ വിക്ടിം എന്നുള്ളത് ഓപ്പോസിറ്റ്സ് അടുത്തടുത്ത് വന്നേക്കാണ്. ഒരു വരി തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസ് അടുത്തടുത്ത് വന്ന് അവിടെ ഉപയോഗിക്കുന്നത് ഓക്സിമോറോൺ ആണ്. ഓക്കെ, ഓക്സിമോറോൺ ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് അപ്പാരൻ്റ്ലി കോൺട്രഡിക്ടറി ടേംസ് അപ്പിയർ ഇൻ കൺജങ്ഷൻ. അടുത്തടുത്ത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ടേംസ് വരുന്നതിനെയാണ് എന്ത് പറയുക? ഓക്സിമോറോൺ എന്ന് പറയാം. ഹിയർ വിക്ടർ വിച്ച് മീൻസ് ഹു വിൻസ് ചാലഞ്ചസ് ഇൻ ലൈഫ്. അതായത് ലൈഫിലുണ്ടാകുന്ന ചാലഞ്ചസ് എല്ലാം വിൻ ചെയ്യുന്ന വിന്നറിനെ വിക്ടർ എന്ന് പറയും, ജയിച്ച ആൾ. ആൻഡ് വിക്ടിം ഇസ് വൺ ഹു ലോസസ് ഹിസ് ലൈഫ്. ഒരു ലൈഫ് പോയ ആളിനെ വിക്ടിം എന്നാണ് പറയുക. സോ അതെന്താണ്? ഓക്സിമോറോൺ ആണ്. ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോയം മെറ്റഫോറിക്കലി സേസ് ദാറ്റ് all are mortal and so boast not about or capabilities and achievement. ഈ പോയട്രിയുടെ ഫസ്റ്റ് ലൈനിൽ ഉദ്ദേശിക്കുന്ന ഇതാണ്. എന്താ? എല്ലാവരും മരിക്കും, അതുകൊണ്ട് ആരും ആരുടെയും കഴിവിനെക്കുറിച്ചും അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. സോ ഇത്രയാണ് ഉള്ളത് കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.